വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് 12-ാം തീയതി ആദ്യ ചരക്ക് കപ്പൽ എത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും 2023 ഒക്ടോബർ 15-ന് ഇവിടെ എത്തിയത് ആദ്യ കപ്പലായിരുന്നില്ലേ എന്ന്. അതെ, ആദ്യ കപ്പലായിരുന്നു. ദോ കാണുന്ന ആ ക്രെയിനുകളുമായാണ് അന്ന് കപ്പലെത്തിയത്. പക്ഷേ ഇത്തവണ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് ഇവിടെ എത്തുന്നത് 2000-ഓളം കണ്ടെയ്നറുകളുമായാണ്. ഇതോടെ വിഴിഞ്ഞം തുറമുഖം ഓപ്പറേഷൻ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ട്രയൽ റണ്ണാണ് ഈ തുറമുഖത്ത് നടക്കാൻ പോകുന്നത്. ആ ഉയരത്തിൽ കാണുന്നതാണ് ഷോർ ക്രെയിനുകൾ. ഇങ്ങനെ 8 ഷോർ ക്രെയിനുകൾ ഈ ബർത്തിനരികിലായി ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഷോർ ക്രെയിനുകൾ കടലിലേക്ക് തള്ളി നിൽക്കുന്നതാണ്. ഈ ഷോർ ക്രെയിനുകളാണ് ഈ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഈ ബർത്തിലേക്ക് ഇറക്കുന്നത്. ആ ഷോർ ക്രെയിനുകൾക്ക് താഴെ ഉയരം കുറഞ്ഞതായി കാണുന്നതാണ് യാർഡ് ക്രെയിനുകൾ. ഈ ക്രെയിനുകളെല്ലാം തന്നെ സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഷോർ ക്രെയിനിൽ നിന്ന് താഴെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ ലോറികളിൽ ഈ യാർഡ് ക്രെയിനിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ചരക്ക് നീക്കങ്ങൾ നടത്തുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 90% ചരക്ക് നീക്കവും നടക്കുന്നത് കടലിലൂടെയാണ്. 10% റോഡ് റെയിൽ കണക്ടിവിറ്റി വഴി നടക്കേണ്ടത്. ഞാനീ നിൽക്കുന്ന കോട്ടപ്പുറത്തെ ഈ ഭാഗത്താണ് റെയിൽ കണക്ടിവിറ്റി വന്നെത്തേണ്ടത്. അപ്പോൾ റെയിൽവേയുടെ DPR മാത്രമേ ആയിട്ടുള്ളൂ. തുരങ്കപാതയാണ്. അത് വേറെ ഘട്ടങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. റോഡാകട്ടെ NH66 വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പണി നടക്കുന്നു. ഏകദേശം 1/2 കിലോമീറ്ററിലധികം 600 മീറ്റർ ഇനിയും പണി പൂർത്തിയാക്കാനുണ്ട്. ഇപ്പം നമ്മൾ NH ആയിട്ടുള്ള കണക്ടിവിറ്റിക്ക് 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡ് ഉണ്ടാക്കി തൽക്കാലം കണക്ടിവിറ്റി ഉണ്ട്. അതേസമയത്ത് വലിയ രൂപത്തിലുള്ള നമ്മുടെ കണ്ടെയ്നറുകൾ തിരിയണമെങ്കിൽ അവിടെ ഒരു റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ് അനിവാര്യമാണ്. അതായത് കമ്മീഷൻ നടക്കുമ്പോൾ കൂടുതലും ചരക്ക് നീക്കം നടക്കാൻ പോകുന്നത് കടലിലൂടെ തന്നെയാണ്. രാജ്യത്തെയും വിദേശത്തുമുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് തന്നെ മറ്റ് ചെറു കപ്പലുകളിലായിരിക്കും. പന്ത്രണ്ടാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്ര സംഭവമാണ്. ബർത്തിനരികിൽ ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിടും. പിന്നെ വിഴിഞ്ഞം തുറമുഖം എങ്ങനെ പ്രവർത്തിക്കും എന്നതിൻ്റെ ട്രയൽ റൺ, അതായത് കമ്മീഷൻ ചെയ്യുന്നതിലേക്കുള്ള കൗണ്ട് ഡൗൺ. ഏകദേശം 1-2 മാസങ്ങളിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ഭീമാകാരന്മാരായ കപ്പലുകൾ ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഇറക്കി വെക്കുന്ന കണ്ടെയ്നറുകൾ നമുക്ക് നിലവിൽ കേരളത്തിലുണ്ടായിരുന്ന വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂര്, അഴീക്കൽ വിവിധ തുറമുഖങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതം ജലമാർഗം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ വൻകിട കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് സർവീസിന് അദാനി പോർട്സിനോട് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. വർഷം 2500 കോടി രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് മാത്രം 400 കോടി രൂപ GST ഇനത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ 31 ക്രെയിനുകൾ ചൈനയിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ക്രെയിൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് വരുന്നൊരു GST അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ സാധനങ്ങളുടെ ടാക്സും മറ്റു കാര്യങ്ങളുമായി ഇപ്പം തന്നെ നികുതിയിൽ നല്ലൊരു വരുമാനം നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു തുറമുഖത്തിന് പ്രവർത്തിക്കാൻ വേണ്ട അംഗീകാരങ്ങളും രജിസ്ട്രേഷനുകളും വിഴിഞ്ഞം തുറമുഖം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് രജിസ്ട്രേഷൻ അടക്കം ഇനി നേടേണ്ടതുണ്ട്. ആദ്യഘട്ട കമ്മീഷനിങ്ങിന് മുമ്പ് ഇതെല്ലാം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞത്ത് നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.